സുകുമാരക്കുറുപ്പിനെ ഒടുവിൽ നേരിട്ട് കണ്ടതായി അവകാശപ്പെടുന്ന നഴ്സ് രത്നമ്മ മാതൃഭൂമി ന്യൂസിനോട് 1988 ബൊക്കാറോയിൽ വെച്ച് താൻ കുറുപ്പിനെ കാണുന്നത്. കണ്ടത് കുറുപ്പിനെ തന്നെയെന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്ന് രത്നമ്മ പറയുന്നു. സുകുമാരക്കുറുപ്പിന്റെ കേസ് വീണ്ടും ചർച്ചയാകുകയാണ്. അപ്പോൾ ഹരിപ്പാട് സ്വദേശിയായ രത്നമ്മയും ഈ പേരുകളിൽ നിറയുന്നുണ്ട്. കാരണം കേരളത്തിന് പുറത്ത് സുകുമാരക്കുറുപ്പിനെ 1988 കണ്ട ഒരാളാണ് രത്നമ്മ. എങ്ങനെയാണ് ചേച്ചി അവരെ തിരിച്ചറിയുന്നത്? അദ്ദേഹം പറഞ്ഞ ഇത് കേട്ടിട്ടാണ് നമ്മൾ ഇന്ന ആളാന്ന് പറയുന്നില്ല. ജോഷി എന്ന പേരിൽ അവിടെ അഡ്മിറ്റ് ആയത്. അത് 1988 ഞാനന്ന് അവിടെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് സീനിയർ ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ ബൊക്കാറോ ജനറൽ പ്ലാന്റിൻ്റെ ഹോസ്പിറ്റലാണ് ഞാൻ അവിടെ പഠിച്ചതും അവിടെ ജോലി ചെയ്തതും. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ ചേച്ചിമാർ കഴിക്കാൻ വന്ന സമയത്ത് രാവിലെ പറഞ്ഞ് എടി ഇങ്ങനെ ഒരു ആൾ അഡ്മിറ്റ് ഉണ്ട്, ഐസിയുവിൽ ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റ് ആയതാണ്. അദ്ദേഹം പറയുന്നത് 18 ഭാഷ അറിയാം, ഭാര്യ നേഴ്സാണ്, അങ്ങനെ മലയാളമൊക്കെ അറിയാം, ഹിസ്റ്ററിയൊക്കെ അങ്ങനെ പറഞ്ഞ് ഞങ്ങളപ്പം ഡിസ്കസ് ചെയ്ത് ശരിക്കും സുകുമാരക്കുറുപ്പ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പോയത്. ഞാൻ പോയി അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് കൗതുകം കൊണ്ട് പോയി നോക്കിയതാണ്. അന്നേരം ഭയങ്കര ആകാംക്ഷയല്ലേ നമുക്ക്, കാരണം ഇത്രയും അറിയാവുന്ന ഒരു കേസായതുകൊണ്ട് ഓടിപ്പോയി നോക്കിയതാ. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേ ലുക്ക് തന്നെയായിരുന്നു? എന്തെങ്കിലും രൂപമാറ്റം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. കിടക്കുമായിരുന്നു പുള്ളി, ദാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും മുഖത്തൊക്കെ ഇങ്ങനെ ഞാൻ ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ കയ്യെ പിടിച്ച് സംസാരിച്ച് ചേച്ചി സുകുമാരക്കുറുപ്പാണെന്ന് ചേച്ചി തിരിച്ചറിഞ്ഞെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്തായിരുന്നു ഒരു പ്രതികരണം? പെട്ടെന്ന് ഒരു പരിങ്ങലുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ചോദിച്ചപ്പം വീട്ടുപേര് സ്ഥലപ്പേര് എല്ലാം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം ആകെ ഇതായി. അപ്പൊ അവിടുന്ന് പോവായിരുന്നോ? അന്നേരം പോയില്ല. ഇല്ലില്ല, അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു 2:30 കഴിഞ്ഞ് 3 മണിക്കകം പുള്ളി അബ്സ്കോണ്ടഡ് ആയി. ഒരു മാഗസിൻ മാത്രം ആ റൂമിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ പോയി നോക്കി ആ റൂമില്. പിന്നെ എപ്പോഴെങ്കിലും സുകുമാരക്കുറുപ്പ് വിളിക്കുകയോ കാണുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ ചേച്ചിയുടെ മൊഴി എത്ര തവണ കേരള പോലീസ് എടുത്തിട്ടുണ്ട്? എനിക്ക് അത് പറയാൻ പറ്റില്ല, കാരണം പലതവണ വന്നിട്ടുണ്ട് ക്രൈം ബ്രാഞ്ചിൽ നിന്ന്. അതിനുമുമ്പ് കേരള പോലീസ് അവിടെ വന്ന്, അന്നേരം ഞാനില്ലായിരുന്നു, ഞാനിവിടെ കേരളത്തിൽ വെക്കേഷൻ വന്നിരിക്കുമായിരുന്നു. ഈ സുകുമാരക്കുറുപ്പ് പൊതുവെ പോലീസിന് തലവേദനയാണ്, ഇപ്പൊ ചേച്ചിക്കും തലവേദനയാവുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ആ ജീവിത സാഹചര്യം, പുള്ളിക്കാരൻ്റെ ആരോഗ്യസ്ഥിതി, പിന്നെ മാനസിക സംഘർഷം ഇത്രയും നാളുകൊണ്ട് അനുഭവിക്കുന്ന എല്ലാം കൂടെ ആകുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കാൻ ചാൻസ് കുറവായിരിക്കും. 88 കാണുമ്പോഴേ ആരോഗ്യാവസ്ഥ മോശമാണോ? അല്ല, വെറും ചെസ്റ്റ് പെയിനായിട്ടല്ലേ അഡ്മിറ്റ് ആയി. ഈ പോലീസ് ഏറ്റവും അവസാനം എപ്പോഴാണ് മൊഴിയെടുക്കുന്നത്? എൻ്റെ കഴിഞ്ഞ മാസം. ഇത് തന്നെ വീണ്ടും ആവർത്തിച്ച് വയ്ക്കും. ഇതേപോലെ പല ആളുകളുടെയും മൊഴി പലതവണ എടുത്തിട്ടുണ്ട്. പക്ഷേ സുകുമാരക്കുറുപ്പ് എവിടെയാണ്, എന്തു പറ്റി എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.